ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്? നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. വീഡിയോയുടെ ക്യാമറ ഇരിക്കുന്ന പൊസിഷനൊക്കെ ചെറിയൊരു മാറ്റങ്ങൾ പരിപാടികൾ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സംഭവം നമ്മൾ നൈസായിട്ട് നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. സോ ഇതതിൻ്റെ തുടക്കത്തിലെ വീഡിയോ ആണ്. അപ്പോൾ സംഭവം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബീറ്റ് പ്രൊഡക്ഷൻ്റെ ലൈവ് നമ്മൾ ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു ഐ തിങ്ക് നമുക്ക് ഒരു തിങ്കളാഴ്ച തൊട്ടായിരിക്കും നമ്മൾ എന്തായാലും തുടങ്ങാൻ പോകുന്നത്. ഫ്രം 8 o'clock ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്മൾ 700 സബ്സ്ക്രൈബേഴ്സായി. താങ്ക്സ് എ ലോട്ട്. അത് ഒരുപാട് വലിയ കാര്യമാണ്, ചെറിയൊരു സംഭവമല്ല. ഒരു ഒരു നേരത്തെ ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ എന്നുള്ള ഒരു ലേബലിൽ ഒരു എന്നാ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അതിന് ഇത്രത്തോളം ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ അത് ഒരു ചെറിയ കാര്യമല്ല. എന്നെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമല്ല. ഹിപ്പ് ഹോപ്പ് കമ്മ്യൂണിറ്റിയിൽ സംബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ പോലും അതും ചെറിയൊരു കാര്യമല്ല. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. സോ നമുക്ക് ഇന്നൊരു ബീറ്റ് ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ. നമുക്കൊരു സാമ്പിൾ വല്ലതും തപ്പാം. നിങ്ങളിനി മറ്റേ ഈ പറയുന്ന നമ്മുടെ എന്നാ ലൈവ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലും ഞാൻ ചെയ്യുന്ന പരിപാടികളെല്ലാം നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. ഫുള്ള് ഞാൻ എന്തായാലും ഒരു ബീറ്റ് ഫുള്ള് നമ്മളിത് ചെയ്യുകയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഫുൾ കംപ്ലീറ്റ് ഐഡിയയും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ നിങ്ങൾ നോക്കിക്കോണം. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഓരോന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ലൈവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും, വ്യക്തമായിട്ട് വൃത്തിക്ക് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഉള്ള രീതിയിൽ മെലഡീസ് ഉണ്ടാക്കിയും ഡ്രംസ് ഉണ്ടാക്കിയും അതിനെ മിക്സ് ചെയ്ത് സെറ്റപ്പാക്കി അടിപൊളി പ്രോഡക്റ്റുകൾ നിങ്ങൾ ഇറക്കുക. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. പ്രോഡക്റ്റ് ഇറക്കുക, അടിപൊളി പ്രോഡക്റ്റ് ഇറക്കുക. സോ നമുക്ക് നോക്കാം. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് കശ്മീരിൻ്റെ പാക്കിങ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു നല്ലൊരു സാമ്പിള് പിടിച്ച് നോക്കാം. ഓക്കെ, ഓൾറൈറ്റ്. നമുക്ക് അതിനനുസരിച്ചിടാം. അപ്പോൾ ചോപ്പ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിനകത്തോട്ട് ഒന്ന് വീണോളൂ. അപ്പോൾ പരിപാടി സിമ്പിളാണ്. ഓക്കെ, പിന്നെ സ്ലൈസ് ഇവിടെ ഉണ്ട്. സ്ലൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അത് എന്നാണ് നമ്മുടെ എബിൾട്ടൻ്റെ ഒരു സ്ലൈസിങ് പരിപാടികൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. അത് ഞാൻ ചെയ്യുന്ന ഇവിടെ നിന്ന് നമ്മൾ ബീറ്റ് എടുത്തിട്ട് ഡിവിഷൻ എത്രയാണ് വേണ്ടതെന്നുള്ളത് മാറ്റുക. ദാറ്റ്സ് ഇറ്റ്. സോ കീബോർഡിൽ നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ചിലപ്പോൾ കീബോർഡിൻ്റെ മറ്റേ ആ സ്കെയിൽസ് ചിലപ്പോൾ മാറിയായി കിടക്കുന്നത്. ഏബിളിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഏബിളിന് ഇസഡ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കറക്റ്റ് സ്കെയിൽ ഏതാ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇസഡും എക്സും. ഓക്കെ, ലൈക്ക് മുന്നോട്ട് കയറി പുറകോട്ട് ഇറങ്ങി എന്നുള്ള ഒരു സെറ്റപ്പിലാണ് അത് നീങ്ങി മാറുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ് സംഭവം. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി നോക്കും. സോ നമ്മൾ നൈസായിട്ട് ഇതിനെ ഒന്ന് ഷിഫ്റ്റ് നോക്കി ആരോ സ്ഥലം നോക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആവും. നോക്കാം. ഓക്കെ, സോ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. എല്ലാത്തിനെയും വാരി ഇടാൻ പോവാണ്.
ഇവൻ കറക്റ്റ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സെറ്റായി. ഓ മപ്പേ അവിടെ ഇരുന്നു. ഏ ഓടിയാ നമുക്ക് വേണ്ട മെടി. ഓഹ് ഓക്കെ. ഫോക്കസ് കൊടുത്തിട്ട് നമ്മളൊരു ഇന്ത്യൻ ടച്ചുള്ള ബൂം ബാപ്പാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. ഓക്കെ. നമുക്ക് ഇതിനകത്ത് വെസ്റ്റ് കോസ്റ്റ് ഫങ്ക് എന്ന് പറഞ്ഞ ഒരെണ്ണം കിടപ്പുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും അത് തന്നെ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മാറ്റി ഒന്ന് പിടിച്ച് നോക്കാം. വേറെ ലോഫൈ എന്ന് പറഞ്ഞ എന്തോ ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു. ലോഫൈ ട്രാക്ക്, ലോഫൈ ഒരു ഇന്ത്യൻ സാധനത്തിൻ്റെ ഒരു ചിലങ്ക സൗണ്ട് പോലെ. ഓക്കെ, നമുക്ക് ഞാൻ ഇച്ചിരി പിടിച്ച് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ. അപ്പോൾ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഡ്രംസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നമ്മുടെ ഈ പറയുന്ന ബൂംബാപ്പി ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എങ്ങനെയാണ് ഈ ഡ്രംസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്, ഡ്രംസ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്, അതിൻ്റെ പാറ്റേൺ അവർ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ അന്ന് അവർ ഇതുപോലത്തെ ഒരു ഡോയോ ഒന്നും അവരുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അവരെന്നേരം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഐറ്റം കയ്യിരിക്കുന്ന മറ്റേ കൺസോളാണ്. മറ്റേ എന്താണ്, പെട്ടെന്ന് പറഞ്ഞാൽ പേര് മറന്നുപോയി. അപ്പോൾ ആ ഡ്രം ട്രാക്കിൽ അവർ പ്രസ് ചെയ്താണ് അവർ സാധനം ചെയ്യുന്നത്. പിന്നെ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഹ്യൂമൻ ഫീൽ നമ്മൾ കൊണ്ടുവരണം. എല്ലാം കറക്റ്റ്. ഇതിനകത്ത് നമ്മളൊരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമ്മൾ മറ്റേ വളരെ കൃത്യമായി നമ്മൾ കൊടുക്കുന്നത് പോലെ അല്ല അന്നേരം ഉണ്ടാവുക. നിങ്ങൾ ഡ്രംസ് വായിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക എക്സാക്ട് ടൈമിലൊന്നുമല്ല നിങ്ങൾ ഡ്രംസ് വായിക്കാൻ പറ്റുന്ന ചെറിയ മൈന്യൂട്ട് ഡിഫറൻസസ് ഓരോ സ്നെയറിനും ഓരോ കിക്കിനും വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ ആ സെയിം ഒരു സാധനം ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരുത്തണം. എന്നാൽ മാത്രമേ ആ പറയുന്നൊരു ഓൾഡ് സ്കൂൾ സാധനം നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. ആ കറക്റ്റ് സാധനത്തേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളതിനെ ഈ പറയുന്ന ഓരോത്തിൻ്റെയും ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നൈസായിട്ട് ഒരു മില്ലി സെക്കൻഡ് നമ്മളിങ്ങനെ വലിച്ചിടുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിപാടി. സോ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തേത് ഞാൻ അങ്ങനെ അങ്ങ് വിടാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. ആദ്യത്തെ കണ്ടോട്ടെ. അങ്ങനെ ഓരോന്ന് നമ്മളും ചെയ്യണം. അത് കുറച്ച് പണിയാണ്. ചിലപ്പം മടുപ്പ് അടിച്ചെന്നൊക്കെ വരാം. ബീറ്റ് പ്രൊഡക്ഷൻ തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ പറയുന്ന പരിപാടി കുറച്ച് തലവേദനയായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. മേ ബി എന്നോട് പല ആൾക്കാരും വന്നിട്ട് ബീറ്റ് പിടിപ്പിക്കുകയോ ബീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരാമോ എന്നൊക്കെ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരാരും കാര്യമായി ഞാൻ തുടങ്ങിയവർ തുടങ്ങിയിട്ടില്ല.
എനിക്കെന്തോ ഭാഗ്യത്തിന് എവിടെ നിന്ന് ദൈവം കൂടി വന്ന പോലെ ഹീറ്റ് പ്രൊഡക്ഷൻ ചെയ്തേക്കാമെന്ന് എനിക്കും തോന്നി, ഞാൻ അങ്ങ് ചെയ്ത് തുടങ്ങിയില്ല. ഓക്കെ, അത് തുടങ്ങിക്കട്ടെ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് സ്വിങ്ങും കൂടെ കിട്ടാനായിട്ട് നമ്മൾ ഇതിൻ്റെ വെലോസിറ്റി നമ്മൾ താത്തി ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത് സെറ്റപ്പ് ആയിട്ട് അതും കിട്ടും. സോ നീ ഇങ്ങ alright. So ഇനി ഹൈ ഹാറ്റ് ഇങ്ങനെ പോകുമ്പോൾ alright. സോ നമുക്കിനി സ്നെയർ ഇട്ട് നോക്കാം. Each and every sound we create, അതിനെല്ലാം നമ്മളത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡ്രംസ്. ഓക്കെ, നമുക്ക് ഓപ്പൺ ഹൈ ഹാറ്റ് വേണം. ഓപ്പൺ ഹൈ ഹാറ്റില്ല പരിപാടി നടക്കത്തില്ല. ഹൈ ഹാറ്റ് വേണ്ട. നോക്കട്ടെ. അത് കൊള്ളാം. ഇനി നമുക്ക് കിക്ക് കൊടുക്കാം. കിക്ക് നമുക്ക് അതിനകത്ത് തന്നെ കൊടുക്കാം. കിക്ക് ഇത് കൊടുക്കാം. കുറച്ച് ഹാർഡ് ഹിറ്റിങ്. ചിലപ്പോൾ നമ്മുടെ മെലഡി ചിലപ്പോൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്യുന്ന വരും. എനിക്ക് വേറെ സാധനം കിട്ടിയിരുന്നു. കിക്ക് വന്നപ്പോൾ തന്നെ വേറൊരു ഐഡിയ വന്നു. പറഞ്ഞ പോലെ കിക്കിന് മറ്റേ സാധനം കൊടുക്കണം. അവിടെ കിക്കിന് ഇത് മാത്രം കൊടുത്താൽ മതി. നോക്കാം. ഗ്രൂവ് അങ്ങോട്ട് കുറച്ചുകൂടെ സെറ്റ് ആവുന്നേ നമ്മളതിൻ്റെ അതിൻ്റെ കളി. മനസ്സിലായില്ലേ? നൈസായിട്ട് നമുക്ക്
കൊടുക്കാം. ഇനി നമുക്ക് അതിനെ പിടിച്ചിട്ട് ഒന്നുകൂടെ റീസാമ്പിൾ ചെയ്ത് -4ക്ക് നമുക്ക് എടുത്തിടാം. ഡിലീറ്റ്. യെസ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടത്? ഇതിനെ വേണ്ട. ഇവിടെ അങ്ങ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇവനെ എടുത്തിട്ട് ബീറ്റ്സ് മാറ്റി നമ്മൾ കോംപ്ലക്സ് ഉണ്ട്. കോംപ്ലക്സ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് ആ ഒരു സാമ്പിൾ അങ്ങ് പോകും. അല്ലെങ്കിൽ ബീറ്റിൻ്റെ മറ്റേ ഒരു ചെറിയൊരു മറ്റേ സാധനം കാണും. ഏബിൾട്ടണിൽ -4. ഇത് പഴയ ഹിന്ദി സിനിമയിലെ ഒരു സാമ്പിൾ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രംസ് ഇടാം. ഏയ് അത് കൊള്ളാം. ഓക്കെ. സോ നമുക്കൊരു ബേസ് ലൈൻ കൂടെ എൻ്റെ കൂടെ കയറ്റി കൊടുത്ത് നോക്കാം. അതാണ് എൻ്റെ മനസ്സിൽ വരുന്ന ഐറ്റം. അതൊക്കെ അതുപോലെ തന്നെ വന്നാൽ മതി. ഇത്രയുള്ളൂ. സംഗതി അങ്ങനെ പോകും. ഓക്കെ. അപ്പോൾ നമ്മുടെ ബീറ്റ് ഫുൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ അറേഞ്ച്മെൻറ്റും പരിപാടികളും നമ്മൾ സെറ്റാക്കി. ഞാൻ കൂടെ എൻ്റെ നെയിം ടാഗും അതിൻ്റെ കൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഈ ബീറ്റ് ഫുള്ള് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ നോക്കാം. സാമ്പിൾ നമ്മൾ നേരെ ഉണ്ടായിരുന്നതിൻ്റെ അതിൻ്റെ ഒരു ഒരു ഒക്ടേവ് നമ്മൾ താത്തി
Hit it. സോ അതാണ് നമ്മൾ ഇന്നത്തെ ബീറ്റ്. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത ബീറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ പുതിയ ലൈവ് സ്ട്രീമിംഗ് തുടങ്ങുന്നതിന് മുന്നായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ഇത് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യമായി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.